أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكور الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. സമാദരണീയരായ അധ്യക്ഷരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ സാരഥികളെ, കർമ്മോത്സുകരായ പ്രവർത്തകരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിത ശ്രേഷ്ഠരെ, സഹപ്രവർത്തകരെ, നാം മനസ്സിലാക്കിയ പോലെ ആദർശ പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന തല ക്യാമ്പയിൻ്റെ ഭാഗമായി മേഖലാ തലത്തിലുള്ള പ്രചരണ പരിപാടിയിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത്. ദീനീ കാര്യങ്ങൾ പഠിക്കുവാനുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ആമുഖ ഭാഷണത്തിലും ആശംസാ പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞ് വിഷയബന്ധിതമായി ഏതാനും മിനിറ്റുകൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് വല്ലാതെ ഞാൻ പോകുന്നില്ല. സമയം പരിമിതമാണ്. അടുത്ത പ്രസംഗകൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്റ്റേജിൽ നിന്ന് പതുക്കെ എനിക്ക് സ്ഥലം വിടേണ്ടി വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പരത്തി പറയുന്നില്ല. ഇണയും തുണയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല ചൊറുക്കാണ്, ഏണിയും തോണിയും എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഏണിയും തോണിയായിട്ട് എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ അതിങ്ങനെ പറഞ്ഞാൽ ഉണ്ടാവില്ല. 30-35 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് ഒരു പാതിരാ പ്രസംഗത്തിന് പണ്ടത്തെ വയലാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൗബ ചെല്ലുന്ന ഒരു വയലുണ്ട്. നോമ്പിൻ്റെ അവസാനത്തെ രാവുകളിൽ പണ്ഡിതൻ വന്നിട്ട് തോംഫുറാനെ എന്ന് വിളിച്ചിട്ട് ഹലാക്കിൻ്റെ വയല് പറഞ്ഞ് ഹലാക്കിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ ആമീൻ എന്ന് പറയാൻ കുറേ ആൾക്കാർ പോകും. തൗബയിൽ പങ്കെടുക്കലാണത്. ആ ഒരു കൊല്ലം ചെയ്ത പാപം ഒന്നായിട്ട് പുറത്തു കിട്ടാൻ അതെന്നെ മതി. എല്ലാ ഹലാലായ മുറാദ് ഹാസിലാകാനും വല്ല മുറാദുകളും
അവിഹിതമായി ഹാസിലായിട്ടുണ്ടെങ്കിൽ ക്യാൻസലാകാനും അതെന്നെ മതി. അങ്ങനെ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണത്. അങ്ങനെ ദുആ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രായം ചെന്ന ഭർത്താവ് പറഞ്ഞു ഭാര്യയോട്, എടി ആമീനോ രണ്ടെണ്ണത്തിന് മോലിയേര് ദ്വാരുന്നപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആമീൻ താത്ത ചോദിച്ചു, ഓൻ്റെ മനുഷ്യ എന്ത് പണി ഞങ്ങൾ കാട്ടിയത്, എന്ത് നിങ്ങൾ ആമീൻ പറയുന്നു? അപ്പം ഇയാൾ പറഞ്ഞു, ഒന്ന് മോലിയേര് ദ്വാരുന്നത് സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തംഫുറാനേ എന്നാണ്, അതിന് ഞാൻ ആമീൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സംഗതി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. സ്വർഗത്തിലും ഇവളെന്നെയാണ് പുതിയണ്ണായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആ സ്വർഗം നല്ലത് എന്നാണ് മൂപ്പര് ചിന്തിച്ചത്. അതുകൊണ്ട് മൂപ്പര് ആമീൻ പറഞ്ഞിട്ടില്ല. അവിടെയെങ്കിലും ഒന്ന് കഴിച്ചിലാകണം എന്നുണ്ട്. രണ്ടാമത്തത് ഏതാന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ്, അത് മൂപ്പരുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താന്ന് വെച്ചാൽ ഖബറ് വിശാലാക്കണേ എന്ന് മൂലയൊരു ദ്വാരുന്നു. മൂപ്പരിങ്ങനെ ഖബറ് കണ്ടുകാണ്ട് അതിൻ്റെ അദാബൊന്ന് ആലോചിച്ചു. ഖബർ എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ സാധനമാണ്, വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂടലിങ്ങനെ പാകി വെച്ചതാവും. ഖബർ എങ്ങാനും കൊണ്ട് വിശാലാക്കിയ പിന്നെ ഉണ്ടാകുന്ന എന്താ വെച്ചാൽ മൂടലൊന്നായിട്ട് മേലേക്ക് വീഴലാണ്ട്, അല്ലെങ്കിൽ തന്നെ ഇടങ്ങേറ്. അതിൽക്കൂടി ഈ മൂടലും കൂടെ മേലെ വീണാണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചിട്ട് മൂപ്പര് പറഞ്ഞ്, അതിന് ഞാനേതായാലും ആമീൻ പറഞ്ഞിട്ടില്ല, ഖബർ വിശാലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അദാബുള്ള സംഗതിയാണ്, മൂലർക്ക് അറിയിച്ചിട്ടാണത് പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. മൂപ്പര് വിചാരിച്ച് ഖബർ വിശാലാക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇങ്ങോട്ട് വീതി കൂട്ടലാന്നാണ്. ആ പോട്ടെ, ഏതായാലും ഇതാണ് കഥ. കഥയിലുള്ള പാടെന്താന്ന് ചോദിച്ചാൽ, ദീർഘകാലം ഇണയും തുണയുമായി ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് എത്ര ആളുകൾ സംതൃപ്തരാണ് എന്ന് ചോദിച്ചാൽ കുറവാ. ചോദിച്ചോക്കൊണ്ട് നിങ്ങൾ നല്ല ഹാപ്പിയാണോന്ന് പറഞ്ഞുണ്ടാവൂല. ഒരു പോക്ക് അങ്ങനെ പോണു എന്നേ പറയുള്ളൂ. എത്ര ചോദിച്ചാലും എന്താ ഒരു പോക്ക് അങ്ങനെ പോണു പറഞ്ഞാൽ, അല്ലെങ്കിൽ പോണോടത്തോളം പോട്ടെ എന്നൊക്കെയാണ് പറയുക. എന്താ അതിൻ്റെ അർത്ഥം? സംതൃപ്തരല്ല. എവിടെ ഈ സംതൃപ്തി പോയത്? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച വളരെ സവിശേഷമായ ഒരു പ്രയോഗമാണ് സൗജ് സൗജത്ത്. ഭാര്യ ഭർത്താവ് എന്നല്ല. ഭാര്യ ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് ഭരിക്കേണ്ടവനുമാണ്. പക്ഷേ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഭാര്യ ഭരിക്കപ്പെടേണ്ടവളല്ല, മറിച്ച് ഇണയാണ്. ഭർത്താവ് ഭരിക്കേണ്ടവനുമല്ല, മറിച്ച് ആ ഇണയുടെ തുണയാണ്. ഈ സൗജ് സൗജത്ത് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. വളരെ പവിത്രമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വസ്ത്രങ്ങൾ കണക്കെയാണ്. എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? അലങ്കാരത്തിന്. നമ്മൾ കുപ്പായം കഴിച്ചു നോക്കണം അതിൻ്റെ കോലം കാണണമെങ്കിൽ. അപ്പം ആ ഷർട്ട് ധരിക്കുന്നത് ശരീരത്തിനൊരു അലങ്കാരത്തിനാണ്. പ്രകൃതിയുടെ ദോഷബാധയിൽ നിന്ന് ശരീരത്തെ കാത്തു സൂക്ഷിക്കാനാണ്. ശരീരത്തിൻ്റെ എല്ലാ രഹസ്യഭാഗങ്ങളും മറച്ചു വെക്കാനാണ്. അങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് എന്തൊക്കെ ശരീരത്തിന് കിട്ടുന്നുണ്ടോ ആ ഗുണങ്ങളൊക്കെ കിട്ടണം ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടും ഭർത്താവിന് ഭാര്യയെ കൊണ്ടും. പക്ഷേ ആദ്യമൊക്കെ ബൈക്കുമ്മലിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും സ്ഥലം കുറേ ബാക്കിയുണ്ട്. ഇത്രയൊന്നും സ്ഥലം വേണ്ട ഒരു ഭാര്യക്കും ഭർത്താവിനും ബൈക്കുമ്പോൾ സഞ്ചരിക്കാൻ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ പരമാവധി അടുത്തിരുന്നിട്ടുണ്ടാവും. പിന്നെ അകൽച്ച ഇങ്ങനെ കൂടി വരും. അവസാനം പറയും ഞാനാണ്ട് നടക്കച്ചാണ്ട് വന്നോന്ന്. ഞാൻ മുന്നിൽ കൂടി കയറും, അല്ലെങ്കിൽ ഞാൻ പിന്നിലാണ് കയറിക്കോളാം, അല്ലെങ്കിൽ അടുത്ത ബസ്സിന് അങ്ങോട്ട് വന്നോ, ഈ മുന്നിലാണ് കയറിക്കോ എന്നൊക്കെ ഉള്ള കോലത്തിൽ പരമാവധി ആ കീപ് ഡിസ്റ്റൻസ്
തത്വം പാലിച്ചിട്ട് ആ അകലം കീപ്പ് ചെയ്തിട്ട് പോകൂ. ആ അകലം ശാരീരികമായ ഒരു അകൽച്ച മാത്രമല്ല, മറിച്ച് മാനസികമായ അകൽച്ച കൂടിയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മവദ്ദത്തിൻ്റെയും റഹ്മത്തിൻ്റെയും പ്രസക്തി. ഇസ്ലാമികമായ കുടുംബജീവിതത്തിൽ ഇണക്കും തുണക്കും ശക്തി പകരുന്നത് സ്നേഹവാത്സല്യങ്ങളും കാരുണ്യവുമാകണം. ആ രൂപത്തിലുള്ള ഒരു ബന്ധത്തെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ആയത്ത് എല്ലാ കല്യാണങ്ങൾക്കും കേട്ട് പരിചിതമായ ആയത്താ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് എന്തിനാ? അതിലൂടെ ഒരു ശക്തി വൈഭവം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ജനീവയിലെ സേണിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടക്കുക. ലോകത്തെ ഇന്ത്യ അടക്കമുള്ള പ്രശസ്തമായ 50 രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ ഒത്തൊരുമയോടുകൂടിയിട്ട് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് സേണിൽ നടക്കുന്ന പരീക്ഷണം ശാസ്ത്രലോകം ദൈവകണമെന്ന് പേരിട്ട് വിളിച്ച പ്രപഞ്ചത്തിൻ്റെ ആ വിസ്ഫോടന സമയത്ത് ഊർജത്തിൻ്റെ സ്രോതസ്സായി വർത്തിച്ച സൂപ്പർ ഇണ ഏത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം. ഞാൻ ആദ്യം ഓതിക്കേൾപ്പിച്ച ആയത്തിൻ്റെ പ്രസക്തി അതാ. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യവർഗത്തിലും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സകല വസ്തുക്കളിലും ഇനിയും മനുഷ്യൻ ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പല വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചവൻ പരമപരിശുദ്ധനത്രേ. നമുക്കറിയാവുന്ന ഒരു വചനം. പദാർത്ഥ ജൈവലോകത്ത് ഇണകളുടെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്ന വിശുദ്ധ വചനമാണിത്. എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ ഇണകളായി സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ആത്മനിർവൃതി കൊള്ളാൻ, ആണ് പെണ്ണിനോടൊന്നിച്ച് ജീവിച്ച് മനസ്സിനൊരു സമാധാനം കിട്ടാൻ. ഖുർആന്റെ വീക്ഷണം ഇങ്ങനെയാണ്. നമ്മൾ നേരെ തിരിച്ച് അയ്യ എന്താ പെണ്ണെട്ടാത്തെന്ന് ചോദിച്ചു നോക്കി ചെറുക്കന്മാരോട്. അത് പറയും കുറച്ചും കൂടെ എങ്ങനെ ഉണ്ട്, രസമായിട്ട് പോട്ടെ, കെട്ടാലോ. നമ്മൾ ഇവിടെ തന്നെ അല്ലേ. പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടിയെന്ന് നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചലും ഉണ്ട്. ഉള്ള സ്വാതന്ത്ര്യം പോയി കഴിഞ്ഞു, അവൻ്റെ സുഖം എന്നുള്ള കോലത്തിലാണ് വരുത്തി തീർക്കാറുള്ളത്. അതല്ല വിശുദ്ധ ഖുർആന്റെ വീക്ഷണം എങ്ങനെ? ലിതസ്കുനു ഇലൈഹ. ആത്മനിർവൃതി കൈക്കൊള്ളാൻ സാധിക്കണം വൈവാഹിക ജീവിതത്തിലൂടെ. അതിന് പറ്റിയ രൂപത്തിൽ സർവശക്തനായ അല്ലാഹു വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. മവദ്ദത്തും റഹ്മത്തും നിങ്ങളുടെ മനസ്സിലിട്ടു തന്നു. രണ്ട് കുടുംബത്തിലുള്ള അംഗങ്ങളുടെ മനസ്സിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകണം. ഇതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. സൂര്യനസ്തമിക്കാത്ത രാജ്യമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടന്റെ രാജകുമാരൻ ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും തമ്മിലുള്ള വൈവാഹിക ബന്ധം മനസ്സിൽ പിരിഞ്ഞു. ഡയാന രാജകുമാരിക്ക് ഒരു കുതിരക്കാരനോടായിരുന്നു ഇത്രേ കമ്പം. എന്തോ ആട്ടെ, ഇനി നമ്മൾ അത് കീറി മുറിച്ചേണ്ട ആവശ്യമില്ല. എന്തായിരുന്നാലും ഭാര്യയും ഭർത്താവും പിണങ്ങി. അവസാനം കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഡയാന രാജകുമാരി പാരീസിന്റെ തെരുവീതിയിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുക. ഒന്നാംകിട മോഡലായിരുന്നു അത്രേ ഡയാന. നല്ല സൗന്ദര്യമുണ്ട് എന്നർത്ഥം. ഇഷ്ടം പോലെ സമ്പത്തുമുണ്ട്, നല്ല പ്രശസ്തിയുണ്ട്, നല്ല തറവാട്ടേരുമാണ്. ഇതൊക്കെയല്ലേ നമ്മൾ നോക്കല്. തറവാട് നന്നോ,
ഒട്ടേറെ പറമ്പുണ്ടോ, പണമുണ്ടോ, ധനപരമായ ശേഷി എങ്ങനെ, ഇതൊക്കെ നോക്കി ഒക്കെ ഒത്തിട്ടുണ്ട്. പക്ഷേ ഫലപ്രദമായി വൈവാഹിക ജീവിതത്തിൻ്റെ അടിത്തറയായി ഇസ്ലാം നിർദ്ദേശിച്ച മവദ്ദത്തും റഹ്മത്തോടുണ്ടായില്ല. ആ ബന്ധം അധികം മുന്നോട്ട് പോയില്ല. ഇത് നമ്മൾ വളരെ പ്രാധാന്യപൂർവം കാണേണ്ട ഒന്നാണ്. ഇണകൾക്കിടയിൽ ദാമ്പത്യ പൊരുത്തമുണ്ടാകാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായ ഗുണമാണ് മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകണം. ഇത് പടച്ചതമ്പുരാൻ മനുഷ്യകുലത്തിന് ചെയ്തു തന്ന ഒരു ദിവ്യ ദൃഷ്ടാന്തമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആദം ഹവ്വ ദമ്പതികളുടെ കഥ നമുക്കറിയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒന്നുമില്ലാത്ത ഒരു ലോകത്താ ഒരു ജീവിച്ചത്. നല്ല വീടുണ്ടോ? ഇല്ല. അന്ന് AC ഉണ്ടോ? ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. സുന്ദരമായ വസ്ത്രങ്ങളുണ്ടോ? അതുമില്ല. ഫാസ്റ്റ് ഫുഡുണ്ടോ? അതുമില്ല. ഹോർമോൺ കോഴി ഉണ്ടോ? അതുമില്ല. എന്തേ ഉള്ളത്? തൊഴിലുണ്ടോ? തൊഴിലുമില്ല. ഞാൻ ഇല്ലായ്മയുടെ പട്ടിക ഇങ്ങനെ എണ്ണി നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പിന്നെ എന്തേ അവിടെ ഉണ്ടായിരുന്നത്? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ പരസ്പരമുള്ള ബാന്ധവം. അത് ആദം ഹവ്വ ദമ്പതികൾക്കിടയിൽ എമ്പാടുണ്ടായിരുന്നു. എല്ലാവിധ ഇല്ലായ്മകളെയും മറച്ചു വെക്കാൻ പറ്റിയ സവിശേഷമായ ആ ഗുണം സർവശക്തനായ അള്ളാഹു അവർക്ക് നൽകി. ഇതാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് ദാമ്പത്യ ജീവിതം നയിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന ഇണകളെക്കുറിച്ചും തുണകളെക്കുറിച്ചും ഏതെങ്കിലും രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെയുള്ള മുഴുവൻ സഹോദരീ സഹോദരങ്ങളും മനസ്സിലാക്കി വെക്കണം. ഏത് ഇല്ലായ്മയും പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കണം. ഈമാനും ഇഖ്നാഉം ഇസ്ലാം പരസ്പരം ബന്ധപ്പെടുത്തി പറഞ്ഞതാ. അതുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് സാധ്യമാവും. സ്ത്രൈണ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോ ഖുലിഖ്ന മിൻ ളിലാ, അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ വാരിയെല്ലുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു. വളഞ്ഞ വാരിയെല്ലുകൾ എന്ന ആ പ്രയോഗം വാരിയെല്ലിൻ്റെ ഭൗതികമായ ആ സ്ട്രക്ചറിനെ മാത്രമല്ല, മറിച്ച് സ്ത്രൈണ സ്വഭാവത്തെ കൂടി സൂചിപ്പിക്കുന്നതാ. പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും, ആണിന് ആണിൻ്റെയും. ഇത്രയേ ഉള്ളൂ. ആണ് ആണാകണം, പെണ്ണ് പെണ്ണും ആകണം. പ്രശ്നം തീർന്നു. ചിലയിടത്ത് ആണ് പെണ്ണാവും, അപ്പം പിന്നെ പെണ്ണ് ആണും ആവും. അവിടെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊരു വളഞ്ഞ വാരിയല്ല എന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. വളഞ്ഞ വാരിയല്ലാവുമ്പോൾ പിന്നെ വളഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അത് പിന്നെ നീരണം എന്ന് പറഞ്ഞാൽ പിന്നെ വാരിയല്ല ആവൂല. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കഥയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പലഹാരപാത്രം തട്ടിത്തെറിപ്പിച്ച കഥ. എന്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ നടന്നു നോക്കി നിങ്ങൾ. അത് സഹിക്കുകയും പൊറുക്കുകയും ചെയ്തു. ആളെ മുന്നിലച്ച സൈനബ് റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച പലഹാരത്തിൻ്റെ പാത്രം ആയിഷ ബീവി തട്ടിയത്. നമ്മളാണെങ്കിൽ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്നിപ്പോൾ പറയാൻ പറ്റൂല. കയ്യിൽ വല്ല സാധനവും അപ്പം കിട്ടിയാണ്ടല്ലോ ആ പലഹാരം തട്ടിന പൂതിയാണ് കെടുത്തുന്നൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരിക. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്ന് നിങ്ങൾ, അവിടെ ഭാര്യക്കുണ്ടായ പത്നിക്കുണ്ടായ ആ വികാര വിക്ഷോഭത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്തു. എപ്പോഴും അങ്ങനെ തന്നെ. എപ്പോഴെങ്കിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ അല്പം ദേഷ്യത്തോടെ സംസാരിച്ച അപ്പം നബി പറയും, ഓ നിങ്ങളെ അമ്മാക്ക് അല്പം ദേഷ്യം കുടുങ്ങിയിട്ടുണ്ട്, ലേശം ദേഷ്യത്തിലാ. ഓറത്ത് ഉമ്മുക്കും, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണല്ലോ. ഓറത്ത് ഉമ്മുക്കും, നിങ്ങളെ മാതാവിന് അല്പം ദേഷ്യം കുടുങ്ങിയിട്ടുണ്ട് എന്നേ നബി പറഞ്ഞിട്ടുള്ളൂ. നമ്മളാണെങ്കിൽ തിരിച്ച് പലതും പറയും. ഇന്ത്യ എനിക്ക് ഇത്ര ദേഷ്യം പറ്റുമെങ്കിൽ ഇവിടെ ഒന്നാമതില്ലെങ്കിൽ ഇറങ്ങിക്കോ എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ഇറങ്ങിക്കോളാം, തരാളിൽ ഇങ്ങോട്ട് തന്നാളിന്നും പറയും. അപ്പം പിന്നെ അറ്റവും പേർക്കൊന്നും പറയാനും ഉണ്ടാവില്ല, കഴിഞ്ഞ കഥ. ഇങ്ങനെയൊന്നുമല്ല. ആ ദേഷ്യം അടക്കി എന്നിട്ടോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിൽ വലിയ പൊട്ടെടുത്തിട്ട് ആ പലഹാരമൊക്കെ കൂടെ ആ പൊട്ടിലേക്കാക്കിയിട്ട് നബി പറഞ്ഞു, സൈനബ് നമുക്ക് കൊടുത്തയച്ചത് പലഹാരാണല്ലോ, പാത്രമല്ല. അതുകൊണ്ട് സൈനബിൻ്റെ പാത്രം പൊട്ടിയതിന് പകരം ഇനി നമുക്ക് നല്ലൊരു പാത്രം സൈനബിന് കൊടുക്കണം. ഇത്രേ പറഞ്ഞുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു പോയ, സംഭവിച്ചു പോയ ആ ദേഷ്യത്തിൽ വളരെയധികം വികാരവിവശയായി, ഖിന്നയായി, ദുഃഖിതയായി അവിടെ ഒരു ഭാഗത്ത് മാറി നിൽക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും തനിക്ക് പറ്റിയ ഈ അബദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖേദിച്ചു. അവർ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴോ പിന്നീട് ഒരിക്കലുമെങ്കിലോ മോശമായി പ്രതികരിച്ചിട്ടില്ല. ആ തുണയുടെ വികാര വിക്ഷോഭത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു. ഇത് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ, നമ്മുടെ വീടിനെ മസ്കനാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി ലഭിക്കുന്ന ഇടം. ഇപ്പൊ വീട് മാത്രമല്ല, തൊഴുത്തുണ്ടാക്കൽ വാർപ്പുകൊണ്ട് തന്നെയാണ്. നമ്മളെ കാലിത്തൊഴുത്തും വാർപ്പ് തന്നെയാണ്. വീട് ഏതൊരു കമ്പിയും കല്ലും സിമെന്റും ഉപയോഗിച്ചാണോ ഉണ്ടാക്കിയത്, സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള കാലിത്തൊഴുത്തു നിർമ്മിക്കാറുള്ളത്. പക്ഷേ കാലിത്തൊഴുത്ത് മസ്കനല്ല, അത് കേവലം തൊഴുത്ത് തന്നെയാണ്. നമ്മളെ ബാത്റൂം നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിലാണ്, അല്ലെങ്കിൽ റൂമിനോട് ചാരിയാണ്. സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ ആ ടോയ്ലറ്റ് എന്തല്ല, മസ്കൻ എന്ന് പറയാൻ പറ്റിയ ശാന്തി വിളയുന്ന നമ്മുടെ കിടപ്പറയല്ല. എന്തേ മസ്കന് മസ്കനാക്കി മാറ്റിയത്? അത് മനുഷ്യന്റെ മനസ്സും അവൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ കാഴ്ചപ്പാടുമാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക്, വിധാനത്തിലേക്ക് വിശ്വാസിയുടെ മനസ്സിനെ ഉയർത്തുകയാണ് ഇസ്ലാം ചെയ്തത്. അതുണ്ടാകണമെങ്കിൽ അവിടെ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകണം. അതിലധിഷ്ഠിതമായ അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിച്ച സവിശേഷമായ ഒരു സംഗതിയാണ്. ഭാര്യയുടെ കഴിവിനെ അംഗീകരിക്കാനും ആദരിക്കാനും ആർക്ക് സാധിക്കണം? ഭർത്താവിന് കഴിയണം. ഭർത്താവിൻ്റെ കഴിവിനെ അംഗീകരിക്കാനും ആദരിക്കാനും ഭാര്യക്കും കഴിയണം. അതാണ് പലപ്പോഴും നേരെ തിരിച്ചുണ്ടാകുക. ഭർത്താവിൻ്റെ കുറ്റം തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭാര്യമാർ, എല്ലാവരും അല്ല ഞാൻ പറയണത്, ഭാര്യൻ്റെ കുറ്റവും കുറവും തന്നെ നോക്കി നടക്കണ, ആ മൈനസ് പോയിന്റ് തിരഞ്ഞു നടക്കണ കുറച്ച് ഭർത്താക്കന്മാരും. അത് പ്രശ്നമാണ്. പ്ലസ് പോയിന്റാണ് നമ്മൾ തിരഞ്ഞെടുക്കണേ. ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുക അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടായാരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ, അപ്പുറത്തുള്ള ഓളൊക്കെ ആ ബിരിയാണി വെച്ച് ഇങ്ങനെ തിന്നണ എന്താണെന്നറിയോ നനിയാണ്ട് ഇവളെങ്ങനെ ഇടക്കും തലക്കുട്ട് കുത്തുക. നന്ന് ഞാൻ ബിരിയാണി വെച്ചോളാം, നിങ്ങൾ കൊണ്ടുപോയി കോഴി എന്ന് പറഞ്ഞാൽ അലപ്പജി വെക്കണ്ട. എന്തേ അവ കുറ്റം പറയാൻ വേണ്ടി മാത്രം. അങ്ങനെയാ ഭർത്താവിനെ അങ്ങനെ തന്നെ. നിങ്ങളും ഒരാണാണല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക്, ഏയ് അപ്പുറത്തുള്ളവരും ആണാണ്, നിങ്ങളൊരാണാണല്ലോ, കുറ്റം തന്നെ തിരഞ്ഞിങ്ങനെ അടക്കുക. ശരിയല്ല, എന്തിനും കുറ്റം. അതിലാണ് ഒരു ഭർത്താവ് തീരുമാനിച്ച് ഇനി ഇവളെ അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയൊന്നാണ് പറന്ന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ച്. ഒരു ദിവസം ഒരു വൈകുന്നേര സമയത്ത് ഇയാൾ വീടിന് ചുറ്റുമാണ് പറന്നു. ഇത്രേ കഥയാണ് കേട്ടോ, സനതൊന്നും ചോദിച്ചരുത്. ഒന്നാണ് പറന്ന് ഇയാള്. അതിൽ വെളുങ്ങിട്ട് വന്നില്ലേ. ഭർത്താവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത മട്ടിലിങ്ങനെയാണ് ചെന്നപ്പോൾ അവൻ്റെ മനുഷ്യൻ നിങ്ങളും ഒരു ആണാന്ന് അറിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്തേന്ന് വെച്ച്. ഓരോ മനുഷ്യന്മാർ പറക്കണത് കാണണ്ടേ. ഇന്നിതാ ഒരു ചങ്ങാതി നമ്മളെ പെരൻ്റെ ചുറ്റുമാണ് പറന്നു. നിങ്ങൾക്ക് പറക്കാൻ പോയിട്ട് മര്യാദക്ക് നടക്കാൻ കഴിയണുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഭർത്താവിൻ്റെ നേരെയാണ് തിരിഞ്ഞു. അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞെന്നാ മനസ്സിലാക്കിക്കോ, ആ പറഞ്ഞത് ഞാനാന്നാ, ആ പറഞ്ഞത് ഞാനാ. നിങ്ങളേന്? ആ ഞാൻ തന്നെ.
വെറുതെ അല്ല, ഇടയ്ക്ക് അതിനിങ്ങനെ ഒരു വളവ് കഴിഞ്ഞു. അപ്പം അതിനും കണ്ടു ഒരു കുറ്റം. ഇങ്ങനെ എപ്പോഴും ഭർത്താവിനെ പഴിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ പഴിക്കാൻ നടക്കുന്ന ഒരു സ്വഭാവമല്ല. പ്ലസ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് അതിനെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വിശന്ന് വരഞ്ഞ് വരിക. ഈ ചോദിച്ചു, നബി എന്താ ഇവിടെ കഴിക്കാനുള്ളത്? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു മറുപടി കിട്ടും. എന്തായിരിക്കും? എന്തേ നിങ്ങളിവിടെ കൊടുന്നെന്നീൻ്റെന്ന്. നമുക്ക് പള്ള അതോടുകൂടി നിറയും ചെയ്യും. പിന്നെ അടുത്തൊരു ചോദ്യത്തിന് അവിടെ ചാൻസ് ഇല്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇവിടെ ഉണക്ക റൊട്ടിയുള്ളല്ലോ. നബി പറഞ്ഞു, കൊണ്ടുവര്. ആ ഉണക്ക റൊട്ടിയാണ് കൊണ്ടേ കൊടുത്തു. ഉണക്ക റൊട്ടി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടുന്ന് കിട്ടണ മോഡേൺ ബ്രെഡിൻ്റെ മാതിരി ആയിരിക്കും അതെന്ന്. അല്ല, കുബൂസ് തിന്ന് ശീലമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കൊണ്ടു അതിൻ്റെ ഇടങ്ങേറ് എത്രയെന്ന്. അതാണ്ട് ഉണങ്ങിയാൽ മര്യാദക്കാണെങ്കിൽ തന്നെ കുബൂസ് തിന്നണമെങ്കിൽ നല്ല കറി വാരണം, മനസ്സിലായോ? അതിൽക്കൂടി അത് ഉണങ്ങി ഉണക്ക റൊട്ടിയും കൂടെ അയാളുടെ ഇടങ്ങേറ് പറഞ്ഞാൽ തീരൂല. ആ സൈസ് ഉണക്ക റൊട്ടിയാണ് കൊടുത്തിട്ട് ഇതാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ നബി ചോദിച്ചു, എന്താ കൂട്ടാനുള്ളത്? അപ്പോഴാ ആയിഷ ബീവി പറഞ്ഞത്, ഇവിടെ കൂട്ടാനായിട്ട് സുർക്കേ ഉള്ളൂ റസൂലേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ജു എൻ്റെ സുർക്കയും ഉണക്ക റൊട്ടി ഇജ്ജണ്ട് തിന്നോ എന്ന് പറഞ്ഞ് നീച്ചു പോയില്ല. നബി എന്താ പറഞ്ഞെന്നറിയോ? നിഅമൽ ഇദാമു അൽ ഖല്ല്. 4 or 5 വിഭവങ്ങൾ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭവം നമുക്ക് ഇഷ്ടപ്പെടാത്തതായാൽ ഉടനെ നമ്മൾ ആ തീന്മേശയിൽ വെച്ച് ഇനിയൊന്നും പറയാൻ ബാക്കിയുണ്ടാവില്ല. ആരേത് ഇവിടെ ഉണ്ടാക്കി, ഇങ്ങനെയാണോ കൂട്ടാണ്ടാക്കല് എന്നൊക്കെ കൂടെ ചോദിച്ചിട്ട് കത്തിക്കാളും, അല്ലേ? പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുർക്കനാണ് പുകഴ്ത്തി. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നബി സുർക്ക കൂട്ടാൻ പൂതിയായി നടക്കിയേന്. അല്ല, പിന്നെന്താണെന്നറിയ, നിങ്ങൾ ആയിഷ ബീവിയാണ് ആ കൂട്ടാൻ കൊടുത്തത്. അതേ ഉള്ളൂ അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൊടുത്ത കയ്യിനെ അംഗീകരിച്ചു, ആദരിച്ചു. നബി പറഞ്ഞു, നിഅമൽ ഇദാം അൽ ഖല്ല്. ഓ, സുർക്ക ഉണ്ടോ? വെരി ഗുഡ്. ആ സുർക്ക എത്ര നല്ല കൂട്ടാൻ, കൊണ്ടര സുർക്ക എന്നറിഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുർക്കയും കൂട്ടിയിട്ടാണ് ആ കുബൂസ് തിന്നണത്, ഉണക്ക റൊട്ടി കഴിക്കണത്. നോക്കണം നിങ്ങൾ. അത് അംഗീകരിക്കൽ, ഒരു ആദരിക്കൽ. ഇത് ജീവിതത്തിൽ വളരെ പ്രധാന. ഞാൻ ഈ പറഞ്ഞ പ്ലസ് പോയിന്റ് നോക്കിയിട്ട് അത് അംഗീകരിക്കുക, അവരെ ആദരിക്കുക എന്നാ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാ അക്റമഹുന്ന ഇല്ലാ കരീം. ആരാ സ്ത്രീയെ ആദരിക്കുക? മാന്യൻ. മാന്യന്മാർക്ക് സ്ത്രീകളെ ആദരിക്കാൻ കഴിയൂ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. നീചനായ ഒരു മനുഷ്യനെ സ്ത്രീകളെ നിന്ദിക്കാൻ കഴിയും. അപ്പൊ സ്ത്രീകളെ ആദരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ. സ്ത്രീകൾക്ക് നല്ലത് വരണേ, ഖൈറ് ചെയ്യണേ എന്ന ആ ഉപദേശം നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, റിഫ്കൻ ബിൽ ഖവാരീർ. സ്ഫടികങ്ങളോട് വളരെ സൗമനസ്യത്തോടെ നിങ്ങൾക്ക് പെരുമാറാനാകണം, മാർദ്ദവത്തോടെ പെരുമാറണം. പെണ്ണുങ്ങളെ ഗ്ലാസിനോടാ ഉപമിച്ചത്. ഗ്ലാസ് നമുക്കറിയാലോ, അത് മര്യാദക്ക് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവും. അതാ ഗ്ലാസിൻ്റെ സ്വഭാവം. അപ്പോൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഒരല്പം തന്മയത്വവും മാർദ്ദവത്വവും സൗമ്യതയും അനിവാര്യമാണ്. കാരണം അത് ഗ്ലാസ്സാ. വേറെ ഒരു സംഗതി ഉണ്ട്, ഗ്ലാസ് പൊട്ടിയാൽ പിന്നെ അതിൻ്റെ അടുത്ത് കടക്കാൻ പറ്റൂല. ഗ്ലാസ്സായി ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ തിരക്കടില്ല. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലാസ് എന്നല്ല അതിന് പറിച്ചില്, കുപ്പിച്ചില്ല് എന്നാ പറിച്ചില്ല തന്നെ.
അപ്പൊ ഗ്ലാസ് പൊട്ടിയിട്ട് കുപ്പിച്ചില്ലാകുന്നത് നോക്കണം. കുപ്പിച്ചില്ലായാൽ പിന്നെ അത് തട്ടിയാ മുറിയാവും, ഇടങ്ങാറാ. അപ്പൊ അതുകൊണ്ട് ആ ഗ്ലാസ് കൊണ്ടെടുക്കുന്നത് ശ്രദ്ധിച്ചങ്ങനെ കൊണ്ടെടുക്കും, ഒരു പ്രശ്നവുമില്ല. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുപ്രധാനമായ സംഗതി. എപ്പോഴും ഇണയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൽപ്പിക്കാൻ തുണക്ക് സാധിക്കണം. നിങ്ങൾക്ക് എന്താ ഇഷ്ടം, അതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ഭർത്താവുമാണ് വേണ്ടത്. അവിടെയാണ് ഇണയുടെയും തുണയുടെയും ആ പരസ്പരമുള്ള ആ പൊരുത്തം. ഇതിഷ്ടമില്ലാത്തതിനെ പറ്റി മാത്രം എനിക്കത് പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കത് പറ്റായി, ഇജ് കുറെ കാലമായി പറ്റൂലെന്ന് അത് എന്നെ പറ്റിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അക്കോലത്തിൽ പിന്നെ മൂപ്പര് പറ്റിക്കാനായിട്ട് നിൽക്കുക, അത് ശരിയല്ല. പറ്റൂലെങ്കിൽ വേണ്ട, പറ്റണ്ട. പറ്റുന്നത് തന്നെ ഉണ്ടല്ലോ അപ്പുറത്ത് ഇഷ്ടം പോലെ. അതാണ് ആ യോജിപ്പിൻ്റെ മേഖലകളാ തിരയേണ്ടത്. നമ്മൾ വിയോജിപ്പിൻ്റെ മേഖല കണ്ടെത്താനാ. ഇത് പറ്റുമോ, ഇത് പറ്റുമോ, ഇത് പറ്റൂല, എന്നാ എനിക്ക് പറ്റാത്ത എനിക്ക് എല്ലാം പറ്റിക്കണ് എന്നറിയാണ്ട് മൂപ്പർ ആ ഓക്ക് പറ്റാത്തീമ കൂടുക. അല്ലെങ്കിൽ അവളും അങ്ങനെ തന്നെ മൂപ്പർക്ക് പറ്റാത്തീമ തന്നെ കൂടാൻ നിൽക്കുക. അവിടെ വിയോജിപ്പിൻ്റെ മേഖലയാണ് തിരഞ്ഞു നടക്കുന്നത്, അത് ശരിയല്ല. പിന്നെയോ യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താൻ കഴിയണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരു വിശ്വാസിയായ പുരുഷനും വിശ്വാസിനിയായ തൻ്റെ പത്നിയെ, ഭാര്യയെ വെറുക്കരുത്. ഫറക്ക യഫ്റുഖു എന്ന പദത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം ചൊറിയുക എന്നാണ്. ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് മാന്തി മുറിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, വെറുതെ ഒരു ചൊറിച്ചിൽ രസമായിട്ട് അങ്ങനെ ഉണ്ട്. വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കുക. ആ ചൊറിച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചൊറിയരുത്, അല്ലെങ്കിൽ അവളെ വെറുക്കരുത്. കാരണം എന്താ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ചില സ്വഭാവം പറ്റിയില്ലെങ്കിലും പറ്റണ എത്ര സ്വഭാവമുണ്ട്. പറ്റാത്തത് കുറച്ചേ ഉള്ളൂ, അത് ആരിലും ഉണ്ടാവും, ഏത് മനുഷ്യനിലും ഉണ്ടാകും പറ്റാത്ത ചിലതൊക്കെ. എന്നാൽ പറ്റുന്നതും തൃപ്തിപ്പെടുന്നതുമായ എത്രയെത്ര ഗുണങ്ങൾ ആ സ്ത്രീക്കുണ്ട്. അപ്പോ ആ സ്ത്രീയുടെ പറ്റുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് വലിയ വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമുക്കാണ് ഈ പ്രായത്തിന്മ വല്ലാതെ കെട്ടിക്കുടുങ്ങും. ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പ്രായം ചോദിക്കുക ആദ്യം, പിന്നെ പഠിപ്പൊക്കെ ചോദിക്കുക. നല്ല പഠിപ്പ് വേണം, പ്രായം തീരെ ഉണ്ടാകാനും പാടില്ല. ഇതെങ്ങനെ രണ്ടും കൂടെ വെക്കുക? പഠിപ്പ് വേണമെങ്കിൽ പിന്നെ ലേശം പ്രായം ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? നമ്മൾ ഈ പറഞ്ഞ പ്രായത്തിൽ ഇത്രയും ബിരുദെടുത്തിട്ടൊരു കുട്ടീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ജനിച്ചു വരുമ്പോൾ തന്നെ ചുരുങ്ങിയത് ഒരു SSLC എങ്കിലും കഴിഞ്ഞിക്കാണ്ട് ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് ജനിച്ചിങ്ങനെ ദുന്യാവുക്ക് വരുന്ന ഒരുത്തിയാണെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അതുണ്ടാവും, പ്രായം തീരൊട്ട് കൂടിയിട്ടുണ്ടാവില്ല. കാരണം ഒരു 15 വയസ്സ് അവിടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രായം ഉണ്ടാവും, അതിനപ്പുറത്ത് വേറെ കുറേ നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വേണോ, പിന്നെ പ്രായത്തിന്മ കെട്ടിക്കുടുങ്ങാൻ പാടില്ല. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സ്, നബിക്ക് 25 വയസ്സ്. ചുറുചുറുക്കുള്ള ആരോഗ്യദൃഢഗാത്രനായ സുന്ദരനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ 40 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരിക്കൽ പോലും ആ പ്രായത്തിൻ്റെ ആധിക്യം ഒരു മൈനസ് പോയിന്റായി പറഞ്ഞിട്ടില്ല. മറിച്ച് എപ്പോഴും ജീവിതകാലത്ത് മാത്രമല്ല, ഖദീജ ബീവി വഫാത്തായിട്ട് പോലും ഖദീജ ബീവിയുടെ മതിയേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പോലും അരിശുണ്ടായിട്ടുണ്ട് ആ വയസ്സ് ചെന്ന ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ മധു പറഞ്ഞു കേട്ടിട്ട്. ആയിഷ ബീവി ഒരിക്കൽ ചോദിച്ചു, അള്ളാൻ്റെ റസൂലെ, നിങ്ങളിങ്ങനെ ഖദീജനെ കുറിച്ച് പറഞ്ഞു കേട്ടാ തോന്നും ദുനിയാവിൽ ആ പ്രായം ചെന്ന പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോഴും നബി അതിലേറെ
ഖദീജ ബീവിൻ്റെ ഗുണ പറയും. എന്താ വിചാരിച്ച് ഖദീജ ആരായിരുന്നു എന്നാ? അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ വഫാത്തായിപ്പോയിട്ടും ഖദീജയെ കുറിച്ചുള്ള പച്ച പിടിച്ച ഓർമ്മകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. നോക്കണം നിങ്ങൾ, ബദറിൽ ബന്ധനസ്ഥരാക്കിയ ആളുകളെ മോചനത്തിനു വേണ്ടി ആ മോചന ദ്രവ്യങ്ങൾ വസ്തുക്കൾ കൊണ്ടെന്ന് വെച്ച കൂട്ടത്തിൽ മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച ഒരു നെക്ലേസ്, ഒരു കർണാഭരണം, കണ്ഠാഭരണം ആ കൂട്ടത്തിൽ കണ്ടപ്പോൾ നബി പ്രത്യേകം തിരിച്ചറിഞ്ഞു. നബിൻ്റെ കണ്ണ് ആ നമ്മളെ സൗകര്യത്തിന് വേറെയും പറയാ ആ കൗത്തുകെട്ടി ആ ചെയിനുമ്മലാണ്ട് ഉടക്കി. നബി അയിമക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നെക്ലേസ് എടുത്തിട്ട് ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയെന്ന്. നബി തിരിച്ചറിഞ്ഞു ഇത് പണ്ട് ഖദീജ ഉപയോഗിച്ചിരുന്ന ആഭരണാണെന്ന്. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വികാരഭരിതമായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു ഈ നെക്ലേസ് എവിടുന്നേന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഖദീജയുടെ സഹോദരി ഹാലയുടെ പുത്രൻ ആസിം കല്യാണം കഴിച്ചപ്പോ, അബുൽ ആസ് കല്യാണം കഴിച്ചപ്പോ ഖദീജ ബീവി ഒരു സമ്മാനായിട്ട് സഹോദരിയുടെ പുത്രന് അബുൽ ആസിന് സമ്മാനായി കൊടുത്തതാണ് ഈ നെക്ലേസ് എന്ന്. ഇതറിഞ്ഞപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. പണ്ട് ഖദീജ ബീവി ഉപയോഗിച്ച ആഭരണം കണ്ടിട്ട് നോക്കണം നിങ്ങൾ. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ആസിനോട് വിരോധമില്ലെങ്കിൽ ഈ ആഭരണവും കൊണ്ട് പോകാൻ പറയുക. നബി ആ ആഭരണം കൊണ്ട് എടുത്തുവെച്ചുകൊണ്ട് അവിടെ ഒരു മോചനദ്രവ്യമായി അത് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. അബുൽ ആസിന് വിരോധമില്ലെങ്കിൽ ആ ആഭരണവും കൊണ്ട് പോകാൻ പറയുക. കാരണം അത് തൻ്റെ പത്നിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ ഒരു കാലത്ത് അബുൽ ആസിന് സമ്മാനമായി കൊടുത്തതാ. അത് തിരിച്ചു വാങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിനോട് ആ ആഭരണവുമായി പോകാൻ പറഞ്ഞു. പ്രവാചകൻ വികാരഭരിതനായി. പണ്ട് ഖദീജ ബീവി ഉപയോഗിച്ച ആഭരണം കണ്ടിട്ട് നോക്കണം നിങ്ങൾ, ഖദീജ ബീവിയെ കുറിച്ച് പ്രവാചകന്റെ മനസ്സെന്തായിരുന്നു എന്ന്. ഇതാണ് ആത്മബന്ധം. ഒരിക്കൽ ഹാല വന്നിട്ട് യാ റസൂലല്ലാഹ് എന്നൊരു വിളിയാണ് വിളിച്ചപ്പോൾ നബിയാണ് ഞെട്ടി. നബിന്റെ പേടി കണ്ടിട്ട് ഹാല ചോദിച്ചു, അല്ല റസൂല് നിങ്ങളെന്തിനാ പേടിച്ചത്? ഞാൻ ഖദീജന്റെ സഹോദരി ഹാലല്ലേ നിങ്ങളെ വിളിക്കണത്, നിങ്ങൾ എന്തേ പേടിച്ചത്? നബി പറഞ്ഞു, എനിക്ക് ഖദീജയുടെ സൗണ്ടായിട്ടാണ് തോന്നിയത്. കാരണം സഹോദരിമാരുടെ ശബ്ദങ്ങൾ തമ്മിൽ സാമ്യതയുണ്ടായിരുന്നു. ഖദീജ എന്നെ വിളിച്ചതുപോലെ എനിക്ക് തോന്നി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നോ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പച്ചയായി നിൽപ്പുണ്ടായിരുന്നു എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹക്ക് അത്രയൊക്കെ പ്രായമുണ്ടായിട്ടും അത് ഒരു പോരായ്മയായി ന്യൂനതയായി കാണുകയോ പറയുകയോ ചെയ്യാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, ജീവിതത്തെ ധന്യമാക്കാൻ ഇണയായിരുന്നാലും തുണയായിരുന്നാലും അത്യാവശ്യമായി വേണ്ട സംഗതി ഈമാനും ഇഖ്നാഉമാണ് എന്ന്. പണ്ടത്തെക്കാളും ഏറെ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ സമാധാനം തകർക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താന്ന് ചോദിച്ചാൽ ഈമാൻ ഉള്ള ഒരു മനുഷ്യനുണ്ടാകേണ്ട ഇഖ്നാ, ആത്മസംതൃപ്തി ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തുണ്ടായിട്ടും പോരാന്നൊരു തോന്നല്, അപ്പുറത്തുള്ള സുഖവും സൗകര്യവും നോക്കിയിട്ട് നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കുക. ഇവിടെ ഉള്ളതിന് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു.
ഇവിടെയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച ഒരു സംഗതി. അതുപോലെ തന്നെ പ്രസിദ്ധ കവിയായിരുന്ന മുത്തനബിയെ പോലെയുള്ളവരൊക്കെ പറഞ്ഞ ഒരു വരി കവിത, മാ കുല്ലു മാ ഫൗഖൽ ബസീതതി കാഫിയ വഇദാ ഖനഅത ഫബഅദു ശൈഇൻ കാഫി ഇന്നൽ ഗനിയ ഹുവൽ ഗനിയു ബിനഫ്സിഹി വലൗ അന്നഹു ആരിൽ മനാകിബി ഹാഫി മാ കുല്ലു മാ ഫൗഖൽ ബസീതതി കാഫിയ. ഈ ദുനിയാവിലുള്ള മുഴുവൻ മുതലും നിനക്ക് കിട്ടിയാലും മതി എന്ന് നിനക്ക് തോന്നില്ല, മതി വരില്ല. അതേ സമയത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിഞ്ഞാലോ കുറച്ച് മതി. ഒരു ചമ്മന്തിയും കഞ്ഞിയും കുടിക്കുമ്പോൾ കിട്ടുന്ന റാഹത്ത്, ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ മറ്റ് എന്ത് കഴിച്ചാലും കിട്ടൂല. എന്തേ ഓനത് മതി. ഏത് കൊച്ചു കൂരയിൽ അന്തിയുറങ്ങുന്ന മനുഷ്യനും റബ്ബേ എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ അതെന്നെ എമ്പാടുവാണ് എന്ന് പറയാനുള്ള ഒരു സന്മനസ്സുണ്ടായാൽ അത് ഈമാനിന്റെ ഭാഗം. അവിടെ സന്തോഷം ഉണ്ടാവും. നമ്മളെ സന്തോഷം എവിടെ നഷ്ടപ്പെട്ടു? ഉള്ളതിന് സന്തോഷിക്കാൻ നമുക്ക് കഴിയാതെ പോയി. പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് ഐശ്വര്യവും ധന്യതയും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറദ്. ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല സത്യത്തിൽ ഐശ്വര്യമെന്നത്, മറിച്ച് ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ഐശ്വര്യമെന്നത് മാനസികമായ സംതൃപ്തിയ. അള്ളിയിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. വീട് അപ്പുറത്തുള്ളവൻ മാർബിളാക്കുമ്പോൾ ഗ്രാനൈറ്റ് ആക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും എന്ന് കാലയിക്കണ് നമ്മളിപ്പോൾ ഈ കാവി ഇട്ടുകാണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു വിടൽ തുടങ്ങിയിട്ട് ഇതൊന്നൊക്കെ കൂടെ ഒന്ന് തച്ച് പൊളിച്ചിട്ടൊരു നല്ല പെര ഉണ്ടാക്കാൻ. എന്തേ അപ്പുറത്ത് പെര ഒന്ന് മൊഞ്ചു കൂട്ടിയപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രയാസം. അത് മറ്റോനൊരു പുതിയ മോഡൽ വണ്ടി എടുത്താൽ നമുക്കറിയാതെ പ്രായം കൂടി വരിക. എന്തേ നമ്മളെ വണ്ടി പോരാ, മോഡലായില്ല, ഒരു ലേറ്റസ്റ്റ് ആയില്ല എന്നൊരു തോന്നല്. അപ്പുറത്തുള്ള ഉപയോഗിക്കുന്ന മൊബൈല് ലേശം മുന്തിയതായാൽ നമുക്കൊരു ഇടങ്ങേറ്. എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഉണ്ടാവൂല. ഒന്നുമല്ല, മറ്റോ ഉപയോഗിക്കുന്ന ആ മുന്തിയ മൊബൈല്, മറ്റോൻ ഉപയോഗിക്കുന്ന ആ മുന്തിയ സൗകര്യം നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. അങ്ങനല്ല, ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താനാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഇന്നൽ ഗനിയ ഹുവൽ ഗനിയു ബിനഫ്സിഹി വലൗ അന്നഹു ആരിൽ മനാകിബി ഹാഫി. ഇന്നൽ ഗനിയ, ഒരു ശരിയായ ധനികൻ, ഹുവൽ ഗനിയു ബിനഫ്സി, ആത്മസംതൃപ്തിയുള്ളവൻ, മാനസികമായി ധന്യത കൈവരിച്ചവനാണ്. വലൗ അന്നഹു ആരിൽ മനാകിബി ഹാഫി, ശരീരത്തിൻ്റെ നഗ്നത മറക്കുവാനുള്ള ഒരു വസ്ത്രമില്ലാത്ത, നേരെ ചൊവ്വെ ഒരു ചെരുപ്പിടാനുള്ള കഴിവില്ലാത്ത നഗ്നപാതനായ ഒരു മനുഷ്യനാണെങ്കിൽ പോലും മാനസികമായ ഒരു ധന്യത ഒരു വിശ്വാസിക്കുണ്ടോ അവനാണ് ശരിയായ ഗനിയ്. ജീവിതത്തിലേക്ക് ഈ ഒരു മാനസികമായ സംതൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള ഒരു സന്മനസ്, ഇഖ്നാഅ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഏത് ഭക്ഷണം കഴിച്ചാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സ്തുതിച്ചു. പലപ്പോഴും ആ പ്രവാചക ശ്രേഷ്ഠൻ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് പച്ചവെള്ളവും ഉണക്ക കാരക്കയും. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അൽഹംദുലില്ലാ അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ ലഹു. അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച, ഇതുകൊണ്ടൊക്കെ മതിയെന്ന് എനിക്ക് തോന്നിപ്പിച്ച ആ ഒരു നല്ല സന്മനസ് എനിക്ക് പ്രദാനം ചെയ്ത തമ്പുരാനെ നിനക്ക് സ്തുതി.
ഒരു 4-5 വിധം കൂട്ടാങ്ങനെ നെറ്റി വെച്ചിട്ട് അതും പറ്റൂല ഇതും പറ്റൂല മറ്റേതും പറ്റൂല ആരേതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിക്ക അവിടുന്ന് എന്ന് പറയണീന് പകരം ഉള്ളത് കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ഇതെല്ലാം കൊണ്ട് എനിക്ക് മതിയാക്കിയ തമ്പുരാനെ നിനക്ക് സ്തുതി. ഒന്ന് അന്തിയുറങ്ങാൻ ഒരു കിടപ്പാടമില്ലാത്ത, നിർഭയനായി കഴിച്ചുകൂടാൻ ഒരു അവസ്ഥയില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട് തമ്പുരാനെ ഈ ലോകത്ത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുസ്മരിച്ചു. ഇത് ഒരു പാഠമാകട്ടെ സഹോദരന്മാരെ. ഞാൻ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പിന്മാറാനുള്ള സമയമായിട്ടുണ്ട്. വിശാലമായ ഒരു വിഷയമാണ്, പലപ്പോഴും നമ്മൾ കേട്ട് തന്നെയാണ്. പക്ഷേ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് അല്പമൊക്കെ പാളിച്ചകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അവിടെയാണ് പോരായ്മകളിൽ നിന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും നമുക്ക് വിനഷ്ടമായ സന്തോഷവും സംതൃപ്തിയും ഈമാനിലൂടെയും തഖ്വയിലൂടെയും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മളുടെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമയും സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.